നമസ്കാരം. CPM-ന്റെയും പിണറായി വിജയന്റെയും ന്യായീകരണ തൊഴിലാളികളായി ചാനൽ ചർച്ചകളിൽ പ്രത്യക്ഷപ്പെട്ട് വായിൽ തോന്നുന്ന മണ്ടത്തരങ്ങളും വിവരക്കേടുകളും എഴുന്നള്ളിച്ച് മലയാളികളെ കുടുകുട ചിരിപ്പിക്കുക എന്നത് CPM-ലെ ചില യുവ കേസരികളുടെ വിനോദമാണ്. അക്കൂട്ടത്തിൽ പ്രമുഖനാണ് KS അരുൺകുമാർ. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ചാനൽ ചർച്ചയ്ക്കിടയിൽ ഒരൊറ്റ മാസ് ഡയലോഗിലൂടെ താൻ വെറുമൊരു ന്യായീകരണ തൊഴിലാളിയല്ല, മറിച്ച് ഒരു ഹാസ്യ സാമ്രാട്ടാണെന്ന് അരുൺകുമാർ തെളിയിക്കുകയുണ്ടായി. ആ മാസ് ഡയലോഗ് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്തിന് പിണറായി വിജയനെ വേട്ടയാടണം? അതിനാണ് താങ്കൾ കണ്ടെത്തേണ്ടത്. ഇതിനാണ് ഉത്തരം. അല്ല, അങ്ങ് പറയൂ, എന്തിന് പിണറായി വിജയനെ വേട്ടയാടണം? പിണറായി വിജയനെ BJP ഇനി എന്തിന് വേട്ടയാടണം അരുൺകുമാർ? താങ്കൾ ക്ഷമിക്കൂ. പറയൂ. അല്ല, എന്തിന് പിണറായി വിജയനെ വേട്ടയാടണം? അങ്ങ് പറയൂ. അതിനാണ് താങ്കൾ കണ്ടെത്തേണ്ടത്. ഇതിനാണ് ഉത്തരം. അല്ല, അങ്ങ് പറയൂ, എന്തിന് പിണറായി വിജയനെ വേട്ടയാടണം? പിണറായി വിജയനെ BJP ഇനി എന്തിന് വേട്ടയാടണം അരുൺകുമാർ? താങ്കൾ ക്ഷമിക്കൂ. പറയൂ. അല്ല, ക്ഷമിക്കൂ, താങ്കൾ കേൾക്കൂ. താങ്കൾ തന്നെ ഉത്തരവും ചോദ്യവും ചോദിച്ചിട്ട് താങ്കൾ അവസരം തരാത്തല്ല. എന്തിനു വേട്ടയാടണം എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. ഇന്ത്യയിൽ ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബദൽ സൃഷ്ടിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഓരോ തെറ്റായ നയങ്ങളെയും ചെറുക്കുന്നത് ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി വാളയാർ ചെക്ക് പോസ്റ്റിനപ്പുറം. കേട്ടല്ലോ, കേന്ദ്ര സർക്കാരിന്റെ ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരെ ഇടതുപക്ഷം ബദൽ സൃഷ്ടിച്ചതുകൊണ്ടാണ് ED പിണറായി വിജയൻ്റെ മകൾക്കെതിരെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചില CPM നേതാക്കളുടെ വീടുകൾ ED റെയ്ഡ് ചെയ്യുന്നതും ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരെ ബദൽ സൃഷ്ടിച്ചതുകൊണ്ടാണ്. ഇടതുപക്ഷം. അതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ അരുൺകുമാറെ, താങ്കളൊരു ഹൈക്കോടതി അഡ്വക്കേറ്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കളുടെയൊക്കെ ഒരു നിലവാരം ഓർക്കുമ്പോൾ എന്താ പറയുക. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇത് കാണുന്ന മലയാളികൾക്ക്, പ്രേക്ഷകർക്ക് ഞാൻ വിട്ടുകൊടുക്കുന്നു. ഇനി ബാക്കി കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. EDക്കെതിരെ കോൺഗ്രസ് എടുക്കുന്ന നിലപാടല്ല കേരളത്തിലെ നിലപാട്. ഒറ്റ ചോദ്യമുള്ളൂ. കഴിഞ്ഞ മാർച്ചിൽ തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു പേപ്പർ സെക്രട്ടറി നന്ദുലാൽ, PP ഷൈജൽ, ഫെബീഷ് മുഹമ്മദ്, ഹാരിഷ് കളത്തിങ്കൽ, ഫൈജാസ്, ഈ പേരുകളൊക്കെ വീണയുടെ ഡയറിയിൽ നിന്ന് കിട്ടിയാന്നേ. അങ്ങീ പറയുന്ന ആഗോളവൽക്കരണക്കാട് മാറ്റി വയ്ക്കൂ കുറച്ചു കാലം. അതെ, ആ ഡയറി എവിടെന്ന് കണ്ടോ? ഇതിനു മുമ്പ് ഒരു ഡയറി ഇട്ട് താങ്കൾ ആദ്യം ചോദിച്ചു കോൺഗ്രസ് പ്രതിനിധിയോട്, ഏത് ഒരു ഡയറി ഉണ്ടല്ലോ, അതിൽ കുറെ പേരുണ്ടല്ലോ. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡയറി കടലാസൊക്കെ വെച്ചാൽ അത് തെളിവല്ലാന്ന്. അല്ല, ഒന്ന് കേൾക്കൂ മിസ്റ്റർ, എന്തിനാണ് ഇങ്ങനെ അസഹിഷ്ണുത? ഇതെന്താ റേഡിയോ തുടങ്ങി ഹാസ്യ സാമ്രാട്ട് വില്ലനായി മാറുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷനാണ് നമ്മളിനി കാണുന്നത്. ഒരു വില്ലനിസത്തിലേക്ക് പതുക്കെ അരുൺകുമാർ കിടക്കുകയാണ്. ഇനി ഒന്ന് കേട്ടു നോക്കാം. ആ മൂഡ് ചേഞ്ച് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. താങ്കൾ പറയുമ്പോ മറുപടി പറയുമ്പോ തന്നെ ഇങ്ങനെ കിടന്ന് കുരയ്ക്കാൻ വരുന്നത് ഒന്ന് കേൾക്കൂ. കേട്ടല്ലോ, കുരയ്ക്കാൻ വരുന്നത്. ഒരു ചോദ്യം ചോദിച്ച ആങ്കറിനോട്, ഒരു വനിതാ ആങ്കറിനോട് CPM-ന്റെ യുവ കേസരി ചോദിക്കുന്ന ചോദ്യമാണ്, എന്തിനാണ് കുരയ്ക്കാൻ വരുന്നത്? ഇനി ബാക്കി സ്മൃതിയുടെ വായിൽ നിന്ന് കേൾക്കാൻ പോകുന്നതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. താങ്കൾ പറയുമ്പോ മറുപടി പറയുമ്പോ തന്നെ ഇങ്ങനെ കിടന്ന് കുരയ്ക്കാൻ വരുന്നത് ഒന്ന് കേൾക്കൂ. എന്താണ് സംസാരിച്ചത്? ഇപ്പൊ എന്ത് വാക്ക് ഉപയോഗിച്ചത്? എന്താണ് പറഞ്ഞത് അരുൺകുമാർ? ഒച്ചപ്പാട് എന്ന വാക്കല്ല ഉപയോഗിച്ചത്. അങ്ങ് പറഞ്ഞ വാക്ക് പിൻവലിക്കൂ. ഇതിനാണ് പൂഴിക്കടകൻ എന്ന് പറയുന്നത്. പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോഴത്തേക്ക് വായി തോന്നുന്ന എന്തെങ്കിലും ഒരു വൃത്തികേടങ്ങ് വിളിച്ചു പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആങ്കർമാർ പ്രകോപിതരാകും. അവർ അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടും. അവരന്നേരം താൻ പിടിച്ച മുയലിനെ 3 കൊമ്പാണല്ലോ, അങ്ങനെയാണല്ലോ CPM-ന്റെ ഒരു പൊതുവേ ഒരു ലൈൻ. അപ്പോൾ അവരത് പിന്മാറാൻ തയ്യാറാവത്തില്ല. അപ്പോൾ അവർ കടക്ക് പുറത്ത് പറയും. എന്നിട്ട് നാണം കെട്ട് ചീഞ്ഞു നാറി ഇറങ്ങിപ്പോവും. അതാണ് ഇവരുടെ ഇപ്പോൾ ഈയിടെയായിട്ട് നടക്കുന്ന ചില കലാപരിപാടി. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. കണ്ടോണം. കുറയ്ക്കുക എന്ന് പറയുന്ന CPM-ന്റെ നിലപാടാണോ അങ്ങ് ഈ പറഞ്ഞത്? അതോ അങ്ങയുടെ ഭാഗത്ത് വന്ന പിഴവാണോ? അങ്ങേക്ക് ഇപ്പൊ തിരുത്താം. കുറയ്ക്കുക എന്ന പ്രയോഗം ഒരു വനിതാ ആങ്കറിനോട് അങ്ങ് ഉപയോഗിക്കുന്ന പ്രയോഗം, ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങേക്ക് ആ വാചകത്തിൽ ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അങ്ങ് പറയാം. കുറയ്ക്കുക എന്ന പ്രയോഗം തെറ്റാണോ ശരിയാണോ?
അല്ലല്ല ഒറ്റ മിനിറ്റ് എന്റെ ഓരോ വാചകത്തിനും എന്റെ ഓരോ വാക്കിലും തടസ്സപ്പെടുത്തി താങ്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രയോഗത്തിനെ അത്തരത്തിലൊരു വാക്കല്ലാതെ വിശേഷിപ്പിക്കാൻ ശരി, അങ്ങനെയെങ്കിൽ അങ്ങേക്ക് ചർച്ചയിൽ തുടരേണ്ടതില്ല. ഇല്ല, കുരയ്ക്കൽ എന്ന പ്രയോഗം നടത്തിയ ഒരാളുമായിട്ട് എനിക്ക് ചർച്ചയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങേക്ക് വരിക. അപ്പോൾ വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ അരുൺകുമാറിനോട് ഇറങ്ങിപ്പോവാൻ ഇൻഡയറക്റ്റായിട്ട് സ്മൃതി പറഞ്ഞു. സന്തോഷപൂർവ്വം അരുൺകുമാർ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അതാണ് ഒടുവിൽ സംഭവിച്ചത്. കാരണം അതുതന്നെയാണ് അരുൺകുമാർ ആഗ്രഹിച്ചത്. ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല, മെഴുകി ചെളിയിൽ കിടന്ന് ഉരുണ്ട് ഒരു വല്ലാത്ത പരുവ് എത്തി എന്നുള്ളത് അരുൺകുമാറിന് മനസ്സിലായി. ഇനിയും തുടർന്നാൽ വേറെ വല്ല ലെവലിലേക്ക് പോകുമെന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്ത്രപൂർവ്വം പുള്ളി സ്വയം കടക്ക് പുറത്ത് പുള്ളി സ്വയം അങ്ങ് പറഞ്ഞു, എൻ്റെ പൊന്ന അരുൺകുമാറെ, ലാൽ സലാം.